കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിനും ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ കർത്താവിന്റെ സന്നിധിയിൽ മീറ്റിംഗിൽ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ബിനോയ് പാസ്റ്റർ ഈ പകൽ ദൈവസഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പാൻ നമുക്ക് ദൈവം നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഓർമ്മിപ്പിക്കുന്നു. വിശേഷിച്ച് പ്രൈസിന്റെ മമ്മിയെ എനിക്ക് കാണാൻ കഴിയുന്നു. പ്രിയ പ്രൈസിന്റെ മമ്മിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. വളരെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനമായിരിക്കാം. മുഖവലുകൾ ഒട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവി പകൽ നിങ്ങളോട് പറയുവാൻ എന്റെ ഹൃദയത്തിൽ നന്നായി പ്രകാശനം നൽകുന്ന ഒരു ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 35, 36, 37 വേദവാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ എല്ലാവരും ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35, 36, 37 വേദവാക്യങ്ങൾ. അധികാലത്തിരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് എനിക്ക് ലഭിച്ച സമയത്തിനകത്തൊരു സന്ദേശം ദൈവസഭയുമായി പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ തയ്യാറാകുന്നത്. നാം വായിച്ച ദൈവത്തിന്റെ വചനം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35, 36, 37 വേദവാക്യങ്ങൾ. മർക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരു ലഘു വിശദീകരണവും മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ സവിശേഷതയും പിന്നീട് പ്രാർത്ഥന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ചിരിക്കുന്നു. ഒന്ന്, മർക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരു വലിയ വിശദീകരണമല്ല, ഒരു ചെറിയ വിശദീകരണം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ സവിശേഷത. 3, ഈ കാലഘട്ടത്തിൽ സഭ ആചരിക്കേണ്ട, വിശ്വാസികൾ ആചരിക്കേണ്ട സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽപ്പെട്ട പ്രാർത്ഥന എന്ന വിഷയത്തെ ആധികാരിത്വം ചെലുത്തി തുടർന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ക്രൂശിന്റെ മറവിലേക്ക് മറയുകയാണ്. 1, മർക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. പരിചയമില്ലാത്തവർക്ക് വേണ്ടി മർക്കോസിനെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താം. അപ്പോസ്തലനായ പൗലൂസിന്റെ പ്രഥമ പ്രേക്ഷിത യാത്രയുടെ പ്രാരംഭഘട്ടത്തിൽ പങ്കാളിത്തം വഹിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ് മർക്കോസ്. അപ്പോസ്തലനായ പൗലൂസിന്റെ പ്രഥമ പ്രേക്ഷിത യാത്ര ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന്. 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വേദവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ ദൈവദാസന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ ഒന്നിച്ച് ആരാധിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലൂസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വേർതിരിക്കുകയാണ്. വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വേർതിരിച്ചനന്തരം ആ വേലയ്ക്ക് വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവരോട് കൂടെ പ്രാരംഭഘട്ടത്തിൽ പങ്കാളിത്തം വഹിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ് മർക്കോസ്. അവർ യാത്ര ചെയ്ത് അനേക സ്ഥലത്ത് പ്രസംഗിച്ചു, അനേക ഇടത്ത് യേശുവിനെ പ്രചരിപ്പിച്ചു, അനേക ഇടത്ത് യേശുവിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായി പറഞ്ഞ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അനേക ഇടത്ത് അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവർ പതിപ്പിച്ച് ഇങ്ങനെ മുൻപോട്ടു പോകുന്ന സമയത്ത് 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13-ാം വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 13:13. പൗലൂസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗ
എന്ന സ്ഥലത്തീർന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടു പിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയെന്ന്. ഞാനൊരു പ്രാവശ്യം കൂടെ ആ വാക്യം ആവർത്തിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്യമാണ്. പൗലുസും കൂടെയുള്ളവരും പാംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗ എന്ന സ്ഥലത്തീർന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടു പിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ യോഹന്നാൻ എന്ന് പേർ പറയുന്ന വ്യക്തി വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, മർക്കോസാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലൂസിന്റെ ഒന്നാമത്തെ സുവിശേഷ യാത്രയുടെ പ്രാരംഭഘട്ടത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് മുൻപോട്ടു പോകുന്ന യാത്രയിൽ എന്തോ ഒരു ശാരീരിക ക്ഷീണം ബാധിച്ച്, എന്തോ ഒരു അസ്വസ്ഥത നിമിത്തം സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുൻപോട്ടു പോകാൻ കഴിയാതെ താൻ യെരുശലേമിലേക്ക്, തന്റെ കൂടാരത്തിലേക്ക് സുവിശേഷ വേല വിട്ടേച്ച് മടങ്ങിപ്പോകുകയാണ്. പിന്നീട് പൗലൂസും ബർന്നബാസും മുൻപോട്ട് സുവിശേഷ വേല ചെയ്തു. അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അനയിച്ചു. അനേകരുടെ ഹൃദയത്തിൽ യേശുവിനെ പകർത്തി പടർത്തി. ശ്രേഷ്ഠമായ പ്രേക്ഷിത യാത്ര അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വിവിധ വീര്യപ്രവർത്തികളാൽ അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ച് ശ്രേഷ്ഠകരമായ രീതിയിൽ ഒന്നാം പ്രേക്ഷിത യാത്ര അവസാനിപ്പിച്ച് പൗലൂസും ബർന്നബാസും അന്ത്യോക്യയിൽ മടങ്ങി വന്ന്, അന്ത്യോക്യയിൽ പൗലൂസ് കുറെ ദിവസങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇതാ പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് വീണ്ടും മർക്കോസിനെ കൂട്ടിവരുത്തി പൗലൂസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പൗലൂസേ, മർക്കോസിനെ വീണ്ടും സുവിശേഷ വേലയിൽ കൊണ്ടുപോകണം. പക്ഷേ ഒന്നാം സുവിശേഷ യാത്രയുടെ പാതിഘട്ടത്തിൽ സുവിശേഷ വേല ഇട്ടേച്ച് കൂടാരത്തിനകത്ത് മടങ്ങിപ്പോയ മർക്കോസിനെ കൊണ്ടുപോകുവാൻ പൗലൂസ് തയ്യാറായില്ല. പൗലൂസ് മർക്കോസിനെ വിരച്ചൂണ്ടി പറഞ്ഞു കാണാം, ഇനി അവനെ സുവിശേഷ വേലയിൽ കൊള്ളത്തില്ല, ഇനി അവൻ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല, ഇനി അവൻ സുവിശേഷ വേലയിൽ മുൻപന്തിയിലെത്തുവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് മർക്കോസിനെ വിരച്ചൂണ്ടി പൗലൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്കിനെ അടക്കം ശാസിച്ച് ബർന്നബാസ് പറഞ്ഞു, ഇല്ല, ഇനി അവൻ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടും, സുവിശേഷ വേലയിൽ മുൻപന്തിയിൽ വരും, സുവിശേഷ വേലയിൽ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ പൗലൂസും ബർന്നബാസും തമ്മിൽ മർക്കോസിനെ പറ്റി സംസാരിച്ച് സംസാരം മൂർച്ഛിച്ച് ഉഗ്രവാദം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ തമ്മിൽ രണ്ടുപേരും അടിയുണ്ടാക്കിയെന്നല്ല, വാക്കുകൊണ്ട് ഉഗ്രവാദം ഉണ്ടായി. ഒരു വശത്ത് പൗലൂസ് പറഞ്ഞു മർക്കോസിനെ സുവിശേഷ വേലയിൽ കൊള്ളത്തില്ല, മറുവശത്ത് ബർന്നബാസ് പറഞ്ഞു ഇല്ല, അവൻ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഉഗ്രവാദം ഉണ്ടായതിനെ തുടർന്ന് പൗലൂസ് ശീലാസിനെ തിരഞ്ഞെടുത്ത് കിലിക്കിയ, സിറിയ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മർക്കോസിനെ ബർന്നബാസ് തള്ളിക്കളയാതെ കൂട്ടായ്മയുടെ വലങ്കൈ മർക്കോസിന് ബർന്നബാസ് കൊടുത്ത് അവർ ഒരുമിച്ച് കുപ്രോസ് ദ്വീപിലേക്ക് പോകുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കരുത്, വീട്ടിൽ ചെന്ന് വായിക്കണം. വീട്ടിലിരുന്ന് ഈ പ്രസംഗത്തെ തുടർന്ന് വായിക്കണം. ഇപ്പൊ പൗലൂസിന്റെ കൂട്ടുകാരൻ ആരാണ്? ഇപ്പൊ പൗലൂസിന്റെ കൂട്ടുകാരൻ ശീലാസാണ്. അവർ പോയ ദേശത്തിന്റെ പേര് കിലിക്കിയ, സിറിയ എന്ന. ഇപ്പൊ ബർന്നബാസിന്റെ കൂട്ടുകാരൻ മർക്കോസാണ്. ബർന്നബാസിന്റെ കൂട്ടുകാരൻ എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുമ്പോൾ ബർന്നബാസും മർക്കോസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ മറന്നിട്ടാണ് കൂട്ടുകാരൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബർന്നബാസിന്റെ കൂട്ടുകാരൻ മർക്കോസാണ്. അവർ പോയ ദേശത്തിന്റെ പേര് കുപ്രോസ് ദ്വീപ. ഇനി എല്ലാവരും എന്നെ നന്നായി ശ്രദ്ധിക്കണം. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പൗലൂസിന്റെ സായാഹ്ന ലേഖനം അല്ലെങ്കിൽ അവസാന ലേഖനം എന്നറിയപ്പെടുന്ന 2 തിമോഥെയോസ് ലേഖനം മമ്രാട്ടിൻ ഗുഹയിൽ വെച്ച് പൗലൂസ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ പ്രത്യാശ നിറയപ്പെട്ട ധാരാളം വാക്യങ്ങൾ പൗലൂസ് ഉദ്ധരിക്കുന്നുണ്ട്. വാക്യങ്ങൾ പലതും നമുക്ക് പരിചയമാണ്. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എന്നിട്ട് പൗലൂസ് പറയുന്ന വാക്യങ്ങൾ നാം കൂടെ കൂടെ പ്രത്യാശയിൽ നിറഞ്ഞ് പറയാറുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്കായി മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും കൂടെ എന്ന് വിശദീകരിച്ചു വന്നിട്ട് 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലൂസ് മറന്നുപോകാതെ ഒരു കാര്യം രേഖപ്പെടുത്തുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ലൂക്കോസ് മാത്രമേ എന്റെ കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയിൽ ഉപയോഗമുള്ളവനാകയാൽ വേഗത്തിൽ
അവനെ എന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ദൈവമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പ്രാരംഭ സന്ദേശം എന്താണെന്നറിയാമോ? മനുഷ്യൻ നമ്മെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ നമ്മുടെ പുറമെ നോക്കി വിധി പറയുമ്പോൾ, പുറമെ നോക്കി കുറ്റാരോപണങ്ങൾ പറയുമ്പോൾ, പുറമെ നോക്കി പരിഹാസങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ, ദൈവം നമ്മുടെ അകമറിഞ്ഞ്, അകത്തെ വേദന അറിഞ്ഞ്, അകത്തെ ആവലാദികൾ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി സ്തോത്രം സംസാരിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ഒരു കാലഘട്ടത്തിൽ മർക്കോസിന്റെ മുഖത്തേക്ക് നോക്കി പൗലോസ് പറഞ്ഞു, ഇനി അവനെ സുവിശേഷ വേലയിൽ കൊള്ളത്തില്ല, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അതേ പൗലോസ് തന്നെ തന്റെ അവസാന ലേഖനത്തിൽ തിരുത്തി എഴുതി, മർക്കോസ് എനിക്ക് ശുശ്രൂഷയിൽ ഉപയോഗമുള്ളവൻ. ആരൊക്കെ നമ്മെ നോക്കി നീ പ്രയോജനപ്പെടത്തില്ലെന്ന് പറഞ്ഞു, അവരെ കൊണ്ട് തന്നെ തിരുത്തി പറയിക്കുന്ന, അവരെ കൊണ്ട് തന്നെ തിരുത്തി എഴുതിക്കുന്ന കഴിവുള്ള കരുത്തുറ്റ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നെന്ന് തന്റെ ഇടത്തോടെ പറയാൻ കഴിവുള്ള ദൈവമക്കൾ ആ ഭവനത്തിൽ ഇരുന്ന് 2025 മാർച്ച് മാസം ഇന്നേ തീയതിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറ, മനുഷ്യൻ പറഞ്ഞ ചില വാക്കുകളെ തിരുത്തുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ എഴുതിയ എഴുത്തുകളെ തിരുത്തി എഴുതിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം പകൽ ചില വാത്സല്യ കൂടാരങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, മനുഷ്യൻ എഴുതിയ എഴുത്തുകൾ ദൈവം 2025 തിരുത്താൻ പോകുകയാണ്. മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നീ പ്രയോജനപ്പെടില്ല, നീ അത്രയും മുൻപോട്ട് പോകില്ല, നീ പരിധിക്കകത്ത് തന്നെ കിടക്കും എന്ന് പറഞ്ഞ ചില വാക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് തിരുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറയാം. ഹല്ലേലൂയ. ഫിലോമോന് പൗലൂസ് ലേഖനം എഴുതി കൊടുക്കുമ്പോൾ ഒനേസിമോസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, ഫിലോമോന്റെ കൂടാരത്തിനകത്ത് നിന്ന് എന്തോ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ചതിന്റെ കുറ്റം ചുമത്തിയാണ് കാരാഗൃഹത്തിൽ ഒനേസിമോസിനെ സ്തോത്രം കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നത്. കാരാഗൃഹത്തിൽ വെച്ച് സുവിശേഷം കേട്ട് ഒനേസിമോസ് മാനസാന്തരപ്പെടുമ്പോൾ പൗലൂസ് തന്റെ യജമാനായിരിക്കുന്ന ഫിലോമോൻ എഴുതി കൊടുക്കുകയാ, മുമ്പേ ഒനേസിമോസ് നിനക്ക് പ്രയോജനമില്ലാത്തവനാണ്, ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് പകൽ പരിശുദ്ധ വാക്കിലൂടെ സംസാരിക്കുന്നറിയാമോ? ആരൊക്കെയാണോ നമ്മെ പ്രയോജനരഹിതമാക്കി മാറ്റി നിർത്തിയത്, അവരുടെ നടുവിൽ പ്രയോജന സഹിതമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറക്കാൻ പോകുകയാണ്. കുശവന്റെ കയ്യിൽ ഒരു കളിമൺ പാത്രം ഉടഞ്ഞു പോയാൽ കുശവൻ അതിനെ എറിഞ്ഞു കളയാതെ മറ്റൊരു മാനപാത്രമാക്കിയതിനെ പണിതെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളെ തള്ളുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നീ പ്രയോജനമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും, പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയുടെ നടുവിൽ കൈമാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രയോജനമില്ലെന്ന് പൗലൂസ് പറഞ്ഞ, പിന്നീട് പ്രയോജനമുണ്ടെന്ന് പൗലൂസ് തിരുത്തി പറഞ്ഞ ഈ മർക്കോസിനെ കൊണ്ട് യേശുക്രിസ്തുവിന് ഒരു സുവിശേഷം എഴുതിക്കാൻ പ്രസാദം തോന്നി. അങ്ങനെ യേശുവിന്റെ ദാസ്യത്വം എന്ന വിഷയത്തെ ആധികരിച്ചുകൊണ്ട് മർക്കോസ് എഴുതി അവസാനിപ്പിക്കുക. 1 മുതൽ 16 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അപഗ്രഥിച്ച് പരിശോധിച്ചാൽ ഈ പുസ്തകത്തിനകത്ത് മുഴുവനും യേശുവിന്റെ ദാസ്യത്വമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഈ താണലോകത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന യേശുവിനെയാണ് ആത്മനിറവിൽ ഈ പുസ്തകകാരൻ ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇനി പുസ്തകത്തിന്റെ സവിശേഷതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഈ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ സവിശേഷത, ഇത് വാക്കുകളെക്കാൾ പ്രവർത്തിക്ക് പ്രാധാന്യം നൽകുന്ന പുസ്തകമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ പുസ്തകം
നിങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷം നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സവിശേഷത അറിയുന്നത് നല്ലതാ. ഒന്നാമത്തെ സവിശേഷത, ഈ പുസ്തകം വാക്കുകളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് പ്രവർത്തികൾക്കാണ്. ദാസനെ, ദൈവദാസനെ, സഹോദര, അതിന് തെളിവുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തെളിവ് ഞാൻ നൽകാം. 5-ാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം 5 പ്രാരംഭ ഭാഗത്ത് ഗദരദേശത്തെ ഭൂതഗ്രസ്തന് അത്ഭുതകരമായ വിടുതൽ. അടുത്ത ഭാഗത്ത് രക്തസ്രാവക്കാറ്റ് സ്ത്രീക്ക് അത്ഭുതകരമായ സൗഖ്യം. അടുത്ത ഭാഗത്ത് യായിറോസിന്റെ കുഞ്ഞുമകൾക്ക് അത്ഭുതകരമായ ഉയർപ്പ്. അപ്പോൾ ഈ പുസ്തകം പ്രതിനിധാനം ചെയ്യുന്നത് വാക്കുകളെക്കാൾ പ്രവർത്തിക്കാം. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ചില വാക്കുകൾ പറഞ്ഞ് ഈ യോഗം തീരില്ല? വാക്കിന്റെ കസർത്തൊന്നും കാണിപ്പാനല്ല ദൈവം മീറ്റിംഗ് എന്നെ ഇന്ന് പകൽ നിയോഗിച്ച് അയച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വാക്കുകൾക്ക് അതീതമായ ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത്, തലമുറകൾക്കകത്ത്, കുടുംബത്തിനകത്ത്, ശുശ്രൂഷകൾക്കകത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു പ്രവചന ദൈവ ശബ്ദമാണ്. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ഒമാൻ ദൈവസഭ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ വാക്കുകൾക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തി. യേശുവിന്റെ നാമത്തിൽ ജയം. ഒരിക്കൽ യേശു ഇങ്ങനെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യൻ വഴി അരികിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഗുരു, ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ ഇങ്ങനെ കുരുടനായി പിറന്നിരിക്കുന്നത്? പെട്ടെന്ന് യേശുവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞ വാക്ക്, ഇവന്റെ പാപമല്ല, ഇവന്റെ അമ്മയപ്പന്മാരുടെ, അപ്പന്റെയും അമ്മയുടെയും പാപമല്ല, എന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. എന്നൊന്നുകൂടെ ആഴത്തിൽ ദൈവസഭയോട് പ്രവചിക്കുകയാണ്. ഈ ദിവസം സംഭവിച്ച ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, ചില വെല്ലുവിളികൾ, ചില പോരാട്ടങ്ങൾ, അത് നമ്മെ ദൈവം തടഞ്ഞതോ ദൈവം നമ്മെ സ്വന്തം മാറ്റി നിർത്തിയതൊന്നുമല്ല, മറിച്ച് അതിനകത്ത് ദൈവത്തിനൊരു വലിയ ദൈവപ്രവൃത്തിയെ പുറത്തു കൊണ്ടുവരാനുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറ. പലപ്പോഴും വെളിപ്പാടില്ലാത്തവർ ഈ പ്രതിസന്ധിക്കകത്ത് നീ കുഴഞ്ഞ് തകരാനാണെന്നും നീ തീരാനാണെന്നും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ പറയുന്നു, ആ പ്രതിസന്ധി നീ തീരാനുള്ളതല്ല, മറിച്ച് അതിനകത്തൊരു ദൈവപ്രവൃത്തി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിനകത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്? നാളുകളായി മുടങ്ങിപ്പോയത്, നാളുകളായി ശത്രു ഒതുക്കിയിട്ടിരിക്കുന്നത്, നാളുകളായി ശാപം എന്ന് പറഞ്ഞ് ശത്രു വാദിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തിക്കായി പരിശുദ്ധാത്മ പൊക്കിക്കൊണ്ടു വരാൻ പോകുകയാണ്. കിണറെ പൊങ്ങി വാ. പ്രമുഖന്മാർ കുഴിച്ച കിണർ പൊങ്ങി വരാൻ പറഞ്ഞപ്പോൾ പൊങ്ങി വന്നതുപോലെ ചില ദൈവപ്രവൃത്തികൾ ഈ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ചില കൂടാരങ്ങളിൽ പൊങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രവൃത്തിയെ തടയാൻ ശിഷ്യന്മാർക്ക് പറ്റുമോ? നിങ്ങളൊന്ന് വായിക്കുകയും ദൈവപ്രവൃത്തിയെ തടയാൻ ശിഷ്യന്മാർക്ക് പറ്റുമോ? പറ്റില്ല. പാസ്റ്റർമാർക്ക് പറ്റുമോ? ഇല്ല. ദേശത്തിന്റെ ശത്രുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ആഭിചാരങ്ങൾക്ക് പറ്റുമോ? ഇല്ല. മന്ത്രശക്തികൾക്ക് പറ്റുമോ? ഇല്ല. മാന്ത്രിക വിദ്യ കഴിയുമോ? ഇല്ല. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, എന്റെ മേൽ, നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ ഒതുക്കാൻ ഉലകത്തിൽ ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. രാമൻ പറഞ്ഞ ദൂതം ഏറ്റെടുക്കണം. എന്റെ തലമുറയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ, എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ, ദൈവസഭയ്ക്കകത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ചർച്ചിനകത്ത് വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ ഒതുക്കാൻ ഉലകത്തിൽ ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാം. ഞാൻ അതിന് തെളിവിനായിട്ടൊരു വാക്യം കൂടി എടുത്തു കാണിക്കാം. ആ വാക്യം ദൈവസഭ ഒരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കണം. ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കണം. പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുക്കണം. യെശയ്യാ പ്രവാചക പുസ്തകം 14:27. നിങ്ങൾ ഈ പ്രസംഗത്തിന് ശേഷം ആ വാക്യം ഒന്ന് പരിശോധിക്കണം. ഇപ്പോൾ എടുത്തു നോക്കാൻ സമയമില്ല. 14:27 ഞാൻ പറഞ്ഞു വിടാം. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലം ആക്കുന്നവനാര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാവുന്നവനാര്? നിങ്ങൾ കേട്ടോ ആ വാക്യം?
സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ആർക്കാ ദുർബലമാക്കാൻ കഴിയുന്നേ? ദൈവം അവന്റെ കരം നീട്ടിയാൽ ആർക്കാ അത് മടക്കാൻ കഴിയുന്നേ? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തെ ഒന്ന് ചേർത്ത് വെക്ക്. ആ വാക്യത്തെ ഒന്ന് ചേർത്ത് വെക്ക്. ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ ആർക്കത് ദുർബലമാക്കാൻ കഴിയുന്നേ? ഒരു ബോസിനോ നമ്മുടെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവർക്കോ സ്വന്തം ദൈവത്തിന്റെ പദ്ധതിയെ ദുർബലമാക്കാൻ കഴിയില്ല. ദൈവം ഒരു കരം നീട്ടിയാൽ ആർക്കും അത് മടക്കാൻ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജോബി ജോർജ് എന്നൊരു ഇതിനകത്ത് എനിക്ക് കാണാം. അദ്ദേഹത്തോട് പരിശുദ്ധമായ വചനം ഇടപെടുക. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാര്? യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാവുന്നവനാര്? ഈ വാക്യം പരിശുദ്ധാത്മാ പ്രിയ കർത്തൃദാസന്റെ ബന്ധത്തിൽ ഇന്ന് പകൽ വളരെ വ്യക്തമായി സംസാരിക്കുന്നു. വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. വചനത്തെ വെല്ലുന്നൊരു പ്രവചനം ഉലകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ നിർണയങ്ങൾ സാധ്യമാകാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ ഒരു ദൈവപ്രവൃത്തിയായി ഇറങ്ങി വരുന്നൊരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കും. ചില പ്രതിസന്ധിയുടെ മൂടാപ്പുകളെ ദൈവം പൊട്ടിച്ചു മാറ്റി. ചില മറുപടിയുടെ ആഴങ്ങളെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്ന ഒരു വെളിപ്പാട് ദൈവം കാണിക്കുന്നു. ചില വഴുവഴുപ്പുകൾ ദൈവം മാറ്റുകയാണ്. ദൈവനോട് പറയുന്നു, വഴുവഴുപ്പുകളെ മാറ്റി ഉറപ്പുള്ള നിലത്തൊരു കുറ്റി താഴ്ത്തി അടിക്കുന്നത് പോലെ ചില മറുപടികൾ നിങ്ങളുടെ മേൽ ഉറയ്ക്കപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത്. 73 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവാലോചനകൾക്ക് സ്റ്റെപ്പ് വെച്ചോ, ദൈവ ശബ്ദത്തിന് ഇറങ്ങിത്തിരിച്ചോ. പരിശുദ്ധാത്മ പറയുന്ന ഒരു വലിയ മഹത്വത്തിലേക്ക് ഈ ദിവസങ്ങളിൽ മറുപടികളെ ദൈവം എത്തിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നെങ്കിൽ ആ സഹോദരൻ കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. ഹല്ലേലൂയ. അപ്പൊ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. അപ്പൊ ദൈവപ്രവൃത്തിയെ പറ്റി ഈ പുസ്തകത്തിനകത്ത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയും. ഇനി ചില സവിശേഷതകൾ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ അക്ഷോഭിത, യേശുവിന്റെ സഹതാപം, യേശുവിന്റെ നെടുവീർപ്പ്, യേശുവിന്റെ പ്രാർത്ഥന, യേശുവിന്റെ ശുശ്രൂഷയുടെ നടപടികൾ, മരണം, അടക്കം, ഉയർപ്പ്. യേശു ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട നിയോഗങ്ങളെ കൊണ്ട് ഈ പുസ്തകം മുഴുവനായി നിറഞ്ഞിരിക്കുന്നു. ഏത് പുസ്തകം? മർക്കോസ് എഴുതിയ സുവിശേഷം. നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ യേശുവിന്റെ സ്നേഹം കാണാം, അക്ഷോഭിത കാണാം, സഹതാപം കാണാം, നെടുവീർപ്പ് കാണാം, പ്രാർത്ഥന കാണാം, ശുശ്രൂഷയുടെ നടപടികൾ കാണാം, മരണം കാണാം, അടക്കം കാണാം, ഉയർപ്പ് കാണാം. ഉയർപ്പിന് ശേഷം യേശു ശിഷ്യന്മാരെ അടുക്കൽ അണച്ചിരുത്തി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, ഭൂതങ്ങളെ പുറത്താക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, പുതുഭാഷകളിൽ സംസാരിക്കും എന്നിത്യാദി അനുഗ്രഹിക്കപ്പെട്ട നിയോഗങ്ങളെ കൊണ്ട് ഈ പുസ്തകം മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു വന്ന സവിശേഷതകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ യേശുവിന്റെ പ്രാർത്ഥന പറഞ്ഞു. യേശുവിന്റെ പ്രാർത്ഥനയെ പറഞ്ഞ ആ സവിശേഷത ഞാൻ അവിടെ നിന്ന് അടർത്തിയെടുത്ത് നാം വായിച്ച ഈ കുറിവാക്യത്തോട് ചേർത്ത് വെച്ച് തുടർന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥന എന്ന സവിശേഷമായ വിഷയത്തെ പറ്റിയാണ്. ഞാൻ ആരംഭത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ പറ്റി ഞാൻ പറഞ്ഞ് അതിനുശേഷം പഴയ നിയമ ഭക്തന്മാരുടെ പ്രാർത്ഥന അളവുകളെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് സമയം കിട്ടുകയാണെങ്കിൽ പുതിയ നിയമസഭയുടെ പ്രാർത്ഥന ഉത്തരവാദിത്തത്തിലേക്ക് വന്ന് നാം ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സന്തോഷമാണല്ലോ എല്ലാവർക്കും? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന. ഞാൻ പറയുന്ന എല്ലാ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒരു നിർവചനം, ഒരു ഡെഫിനേഷൻ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയും. യേശുവിന്റെ ശുശ്രൂഷയിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത, മാറ്റി നിർത്തുവാൻ കഴിയാത്ത
ഏറ്റവും കരുത്തു നിറഞ്ഞ, ഏറ്റവും ശക്തി ആർജിച്ച ഒരു ശുശ്രൂഷയായിരുന്നു പ്രാർത്ഥന. കേൾക്കുന്നോ? യേശുവിന്റെ ശുശ്രൂഷയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, എത്ര തിരക്കുള്ള ശുശ്രൂഷ തന്റെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ താൻ ഒരു ദിവസം പോലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്തുവാൻ കഴിയാത്ത, ഏറ്റവും കരുത്തു നിറഞ്ഞ, ഏറ്റവും ഫലവത്തായ ഒരു ശുശ്രൂഷയായിരുന്നു പ്രാർത്ഥന. ഇനി യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം നിങ്ങൾ പരിശോധിച്ചാൽ, യേശുവിന്റെ ശുശ്രൂഷ നിങ്ങൾ പരിശോധിച്ചാൽ, യേശുവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കം നിങ്ങൾ പരിശോധിച്ചാൽ, യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ 3 ഭാഗങ്ങൾ ദൈവസഭയ്ക്ക് വളരെ വിശദമായിട്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ 3 ഘട്ടങ്ങൾ ഈ സുവിശേഷ ഭാഗത്തിനകത്ത് നിങ്ങളൊന്ന് കണ്ണോടിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ശുശ്രൂഷയുടെ തുടക്കം യേശു പ്രാർത്ഥിച്ചിരുന്നു, ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചിരുന്നു, ശുശ്രൂഷയുടെ ഒടുക്കം പ്രാർത്ഥിച്ചിരുന്നു. ഇനി ശുശ്രൂഷയുടെ തുടക്കം എവിടെയാണ്? ഞാൻ 3 ഭാഗങ്ങളായിട്ട് ഒന്ന് വിശദീകരിക്കും. യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം എവിടെയാണ്? തുടക്കം മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 21-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:21 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇനി 22-ാം വാക്യം. പരിശുദ്ധ ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. 23-ാം വാക്യം. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പൊ 23-ാം വാക്യം നിങ്ങളൊന്ന് ആരംഭത്തിൽ ചിന്തിക്കണം. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം എന്ന വണ്ണം ഞാൻ ആ വാക്യത്തെ കൊണ്ടുവന്നത് ഈ വാക്യത്തോടനുബന്ധിച്ച യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ. ഇനി യേശു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തൊട്ടു മുമ്പ് എന്താ വായിക്കുന്നത്? ജനം എല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. യോർദാന്റെ കടവിലും കരയിലും യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അണിനിരക്കുന്നുണ്ട്. യോർദാന്റെ കടവിൽ സ്നാനപ്പെട്ടതായി, മാനസാന്തര സ്നാനമേറ്റവരായി നിൽക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ യോർദാന്റെ കടവിലും കരയിലും ഒക്കെയുണ്ട്. പക്ഷേ സ്നാനപ്പെട്ട ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി പോലും സ്വർഗം തുറന്നില്ല. ഇനി സ്വർഗം തുറന്നത് സ്നാനപ്പെട്ട യേശുവിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും, യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പോൾ ആ വാക്യത്തിലൂടെ പരിശുദ്ധ നമുക്ക് നൽകുന്ന വചനത്തിന്റെ പ്രകാശനം എന്താ? ഇന്ന് പകലും സ്നാനപ്പെട്ടവർക്ക് വേണ്ടി അല്ല സ്വർഗം തുറക്കുന്നേ. സ്നാനപ്പെട്ടിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഹിദേക്കൽ നദിയുടെ തീരത്ത് ദാനിയേലിന് വേണ്ടി തുറന്ന സ്വർഗം, കേബാർ നദീതീരത്ത് എഗസ്കേലിന് വേണ്ടി തുറന്ന സ്വർഗം, പത്മോസിന്റെ വരണ്ട കാലാവസ്ഥയിൽ യോഹന്നാന് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗം, പ്രാർത്ഥിക്കുന്നൊരു ദൈവവൈതലിന് ഇന്ന് പകലും അടയപ്പെടില്ല, അത് തുറക്കപ്പെട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ഒമാനിൽ വാതിലിടയാ, പ്രാർത്ഥിക്കുന്നവന് കോട്ടയത്തോ പുതുപ്പള്ളിയിലോ വാതിൽ അടഞ്ഞു വരാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു സ്വർഗം നിങ്ങളുടെ തലയ്ക്ക് മീതെ എപ്പോഴും ഉണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിപ്പറ, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു മാതാവാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പിതാവാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കത്തുദാസനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണെങ്കിൽ, ഏതൊക്കെ വാതിലുകൾ ഇവിടെ എനിക്ക് കടയപ്പെട്ടാലും സ്വർഗം എപ്പോഴും എന്റെ തലയ്ക്ക് മീതെ തുറന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ആരുമില്ലെന്ന് പറയരുത്. പ്രാർത്ഥിക്കുന്നവൻ ആരുമില്ലാത്തവനല്ല, പ്രാർത്ഥിക്കുന്നവന് തുറക്കപ്പെട്ട സ്വർഗമുണ്ട്.
പ്രാർത്ഥിക്കുന്നവന് പരിശുദ്ധാത്മാവുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ദൈവമുണ്ട്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം, പ്രാർത്ഥിക്കുന്നവൻ അനാഥനല്ല, പ്രാർത്ഥിക്കുന്നവന് ചോദിക്കാനും പറയാനും ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഇന്ന് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു പറ, ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി എന്റെ പട്ടണത്തിൽ, എന്റെ രാജ്യത്തിൽ ആരും ചോദിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൽ ഇറങ്ങി വന്നു. പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കും. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം പ്രാർത്ഥനയിലാണ്. ഇനി യേശുവിന്റെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ട്. നാം വായിച്ച കുറിവാക്യം യേശുവിന്റെ ശുശ്രൂഷയിലെ പ്രാർത്ഥനയാണ്. അവൻ അധികാലത്ത് എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ യേശുവിന്റെ ഒരു പ്രാർത്ഥന, പരസ്യ ശുശ്രൂഷയിലെ പ്രാർത്ഥന രേഖപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം 12-ാം വാക്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ആ വാക്യം ഒന്ന് വായിക്കണം. നിങ്ങൾ സ്തോത്രം, ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 6-ാം അധ്യായം 12-ാം വാക്യം, ലൂക്കോസ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ വാക്യം? ആ കാലത്ത് അവൻ എന്ന് പറഞ്ഞാൽ ആര്? യേശു. പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത്, ഏതു കാലത്ത്? യേശുവിന്റെ ശുശ്രൂഷയുടെ കാലത്ത്, അല്ലേ? യേശുവിന്റെ ശുശ്രൂഷയുടെ കാലത്ത്. ഇനി ആ കാലത്തിനെ ഒന്നുകൂടെ നാം വിശകലനം ചെയ്താൽ ആ കാലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ 6:11 വരണം. 11-ാം വാക്യം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ആ കാലത്ത് കേൾക്കുന്നുണ്ടോ? അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണ്ടു. എന്ത് ചെയ്യണ്ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്ത് ചെയ്യണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്തും ചെയ്യും. അടിക്കണോ, ഇടിക്കണോ, ഓടിക്കണോ, അപവാദം പറയണോ, അപവാദം എഴുതണോ എന്ന് തമ്മിൽ ആലോചന കഴിച്ച ആ കാലത്ത് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. പ്രാർത്ഥന എത്ര സമയം നീണ്ടു സഹോദരങ്ങളെ? രാത്രി മുഴുവൻ. രാത്രി മുഴുവൻ. അപ്പൊ ഒരു ചോദ്യം നമ്മോട് ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? പ്രതിസന്ധിയുടെ ആക്കം കൂടുമ്പോ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ആക്കം കൂടുമ്പോൾ പ്രാർത്ഥന നിർത്തിയവരുണ്ട്. എന്തിനാ താശ്രയെ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുന്നവരുണ്ട്. താശ്രയെ പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ കർത്താവ് നമ്മെ കാണിച്ച മാതൃക എന്താ? നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷിതാവ് നമ്മെ കാണിച്ച മാതൃക എന്താ? പ്രതിസന്ധിയുടെ ആക്കം കൂടുമ്പോ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടുക. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ദൈവസഭയോട് പറയുന്നു, പ്രതിസന്ധിയുടെ ആഴം കൂടുമ്പോ പണത്തിന്റെ പെരുപ്പം വർദ്ധിപ്പിക്കുകയല്ല, പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. എവിടെയോ പ്രതിസന്ധിയുടെ ആഴം കൂടി വന്നപ്പോ പ്രാർത്ഥന നിർത്തി ഓടിവരുണ്ട്. ഞാൻ പരാജിതനാണ്, എനിക്ക് നിനക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയിട്ട് പിന്മാറിപ്പോയവരുണ്ട്. പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നു, 2025 വെളിപ്പെടുന്ന പ്രതിസന്ധി ശക്തമാണെങ്കിൽ അതിനേക്കാൾ ശക്തമായിരിക്കണം പ്രാർത്ഥന. അവരോ ഭ്രാന്ത് നിറഞ്ഞവരാ. യേശുവിനെ എന്ത് ചെയ്യേണ്ടത് തമ്മിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഇനി അതിനകത്തൊരു സന്ദേശം കൂടിയുണ്ട്, എല്ലാവരും കേട്ടോണം. എല്ലാ പ്രാർത്ഥനകൾക്കും റിസൾട്ട് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ ദിവസം 3 ദിവസം സൂമിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി യോഗം നടക്കുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവല്ലേ ഒമാനിൽ നിങ്ങൾക്കുള്ളത്. നിരന്തരമായുള്ള പ്രാർത്ഥനകൾ, നിരന്തരമുള്ള ആരാധനകളൊക്കെ നാം സംബന്ധിക്കുന്നവരാ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, ഇതാ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. നാം ഈ ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും മറുപടി ഉണ്ട്. നിങ്ങളുടെ മുഖം സന്തോഷിക്കണം, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. യേശുവിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്താ മറുപടി? 6:19. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവന് തൊടാൻ ശ്രമിച്ചു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ആരിൽ നിന്ന്? നിങ്ങൾ യേശുവിൽ നിന്നാ പറഞ്ഞെങ്കിൽ തെറ്റി. യേശുവിൽ നിന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച യേശുവിൽ നിന്ന്.
ഞങ്ങളൊന്ന് വ്യക്തമാക്കാം, ശ്രദ്ധിക്കണം നിങ്ങൾ. പ്രവചിക്കുന്നവന് നല്ല ശക്തി പുറപ്പെടുന്നേ, പ്രസംഗിക്കുന്നവൻ നല്ല ശക്തി പുറപ്പെടുന്നത്, ശക്തി പുറപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ അകത്തു നിന്നാ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിന് നദികൾ ഒഴുകുമെങ്കിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ നിന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ അകത്തു നിന്നും അസാധാരണമായ ദൈവശക്തി ഒഴുകും. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ അകത്തുനിന്ന് ശക്തി ഒഴുകും. ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, ആർക്കും ഒതുക്കി വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവശക്തി നിങ്ങളുടെ മേൽ ഒഴുകും. ഹല്ലേലൂയ. ഇനി അടുത്ത തോത് വളരെ ഗംഭീരമാണ്. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കുന്നുണ്ട്. പുരുഷാരെല്ലാം ഓടി ഒന്ന് അടിച്ചതാണോ? ഓടി ഒന്ന് ഓടിച്ചെന്നാണോ? അല്ല. വേദപുസ്തകം നിങ്ങൾ വായിക്കൂ, പുരുഷാരമൊക്കെ അവനെ തൊടാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്താർത്ഥം? യേശു മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ജനം പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങളിന്ന് തൊട്ടിട്ടേ പോകാവൂ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഇങ്ങോട്ട് യേശു പർവ്വതത്തിന് മുകളിലേക്ക് കയറിയപ്പോ വടിയായിട്ടും വാളായിട്ടും കുന്തമായിട്ടും വാക്പോരായിട്ടൊക്കെ നിന്നതാ. പക്ഷെ യേശു പ്രാർത്ഥിച്ച് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോ വടിയും വാളും കുന്തവും ഒക്കെ താഴെയിട്ടിട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞങ്ങളെ ഒന്ന് തൊട്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? പ്രാർത്ഥിക്കുന്നവൻ വിഷയങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയല്ല, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വിഷയം കീഴടങ്ങുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ പൊങ്ങി നിൽക്കുന്ന ആ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കാൽപാദത്തിന്റെ താഴെ വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറ. യേശുവിന് അധികാരം. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. കഴിഞ്ഞ 3 ദിവസക്കാലമായി നിന്നെ വീഴ്ത്തും, നിന്നെ എതിർത്ത് തള്ളിയിടും, നിന്നെ ഞങ്ങൾ കുഴച്ചു കളയുമെന്ന് പറഞ്ഞ് ചില വിഷയങ്ങളുടെ മേൽ സഭയെ പ്രാർത്ഥിക്കുന്ന സഭ ചവിട്ടി മുന്നേറാൻ അക്കാലവും നടിച്ച് ആത്മാവിൽ നിറഞ്ഞു പറ, പ്രാർത്ഥിക്കുന്ന ഞാൻ വിഷയങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുകയല്ല, എന്റെ മുമ്പിൽ വിഷയം കീഴടങ്ങാൻ പോകുകയാ. എന്റെ മുമ്പിൽ വിഷയം കീഴടങ്ങാൻ പോകുകയാ. ഞാൻ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോ എന്നെ വീഴും, എന്നെ തളർത്തിക്കളയും, എന്നെ ഒടുക്കിക്കളയും എന്ന് പറഞ്ഞ് വാദിക്കുന്ന വാദഗതികളെ ചവിട്ടുന്ന ഒരു ദൈവിക അധികാരം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. ദാഗോന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ പെട്ടകം കൊണ്ടുവച്ചപ്പോൾ ദാഗോൻ കമണ്ണു വീണ്, പിന്നീട് അവന്റെ കൈ നഷ്ടപ്പെട്ട്, പിന്നീട് അവന്റെ തല നഷ്ടപ്പെട്ട് മാറിപ്പോയതുപോലെ അഭിഷേകമുള്ളവന് മുമ്പിൽ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ചെന്ന് വീഴാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാവാണോ, പ്രാർത്ഥിക്കുന്ന ദൈവദാസനാണോ, പരിശുദ്ധാത്മ ഇടപെടുന്നു. നിന്നോട് എതിർക്കുന്ന സകല വൈരികളും യേശുവിൻ നാമത്തിൽ നിലംബരിയാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു പറ. ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എഴുന്നേറ്റാൽ 68 സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു, പുക ചിതറുന്നതുപോലെ. ഇത് സൂം മീറ്റിംഗ് ആണ്. പരിമിതികൾ ധാരാളമുണ്ട്. പക്ഷെ പരിമിതി ഇല്ലാത്ത പരിശുദ്ധാത്മാവ് ഓരോ കൂടാരത്തിനകത്ത് ഇറങ്ങി നിൽക്കുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ഇന്നു പകൽ നിങ്ങളെ ഒതുക്കുമെന്ന് പറഞ്ഞ് ആ രോഗശക്തിയെ ഇന്നു പകൽ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നിങ്ങളെ ഒതുക്കാൻ പോകുകയാ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ വിഷയങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുകയല്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ വിഷയം കീഴടങ്ങുക. മത്തായി എഴുതിയ സുവിശേഷം നിങ്ങൾ കുറിച്ചെടുത്താൽ മതി. കുറിച്ചെടുക്കുന്നവർ നിങ്ങൾ ഈ യോഗത്തിന് ശേഷം നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. 14-ാം അധ്യായം 22-23 വാക്യം. യേശു പുരുഷാരത്തെ പറഞ്ഞു വിട്ടു, ശിഷ്യന്മാരെ നിർബന്ധിച്ച് പടകേറ്റി അക്കരെ വിട്ടിട്ട് യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറി. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 അവസാനം. എല്ലാവരും താങ്കളുടെ വീട്ടിലേക്ക് പോയി. 8:1 യേശു ഒലിവ് മലയിലേക്ക് കയറിപ്പോയി. ഇനി യേശുവിന്റെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയുടെ സ്ഥാനമാണ് ഞാൻ വിശദീകരിച്ചത്. ഇനി ശുശ്രൂഷയുടെ ഒടുക്കം എവിടെയാ? ശുശ്രൂഷയുടെ ഒടുക്കം എവിടെയാ? ഗതസമനത്തോട്ടം. 8 ശിഷ്യന്മാർ ഒരു സ്ഥലത്തിരുത്തി.
3 ശിഷ്യന്മാർ, 11 ശിഷ്യന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. 8 ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തി. 3 ശിഷ്യന്മാരെ ദൈവം കർത്താവ് നമ്മുടെ നസറയൻ 3 ശിഷ്യന്മാരെ വേർതിരിച്ചു കൊണ്ടുവന്നു. പത്രോസും യാക്കോബും യോഹന്നാൻ വേർതിരിച്ചു കൊണ്ടൊരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് വളരെ ഗൗരവത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കല്ലേറോളം ദൂരത്ത് എന്ന് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പിന്നീട് കവണ്ണു വീണ് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകം എല്ലാ ക്രിസ്ത്യാനികൾക്കും പരിചയമാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ദിക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമെന്നെ നിറവേറ്റണമെന്ന് പറഞ്ഞ് യേശു അതിവ്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ തീവ്രതയിൽ തന്റെ രോമകൂപത്തിലൂടെ രക്തം പുറപ്പെട്ടു വന്ന് വലിയ ചോരത്തുള്ളികളായി ഈ താണലോകത്തിലേക്ക് പതിക്കുക. ഈ പ്രാർത്ഥനയുടെ ദിവ്യാനുഭവത്തെ എബ്രായ ലേഖനക്കാരൻ കണ്ടിട്ട് അഞ്ചാമത്തെ എഴുതി വെച്ചു, ക്രിസ്തുവോ തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിവിക്കുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയാതനയും കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കം പ്രാർത്ഥനയാണ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ശുശ്രൂഷയുടെ തുടക്കം പ്രാർത്ഥന, ശുശ്രൂഷയുടെ ഒടുക്കം പ്രാർത്ഥന. തുടക്കവും ശുശ്രൂഷയും ഒടുക്കവും ഒക്കെ പ്രാർത്ഥനയാണ്. നീ അടുത്ത വാദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിന്റെ 30 വർഷം നാം കൂട്ടുന്നില്ല, 30 വർഷം നാം കൂട്ടുന്നില്ല, അതെ 30 വർഷം കൂട്ടുന്നില്ല. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ താൻ ഇത്രയും അധികം ദൈവത്തോട് കരഞ്ഞെങ്കിൽ, ഇത്രയും അധികം ദൈവത്തോട് അപേക്ഷിച്ചെങ്കിൽ, ഇത്രയും അധികം അഭയാതന കഴിച്ചെങ്കിൽ, ഇത്രയും അധികം താൻ കരഞ്ഞു നിലവിളിച്ചെങ്കിൽ, നീ അടുത്ത വാചകം എല്ലാവരും ശ്രദ്ധിക്കണം, സാക്ഷാൽ ദൈവമായവൻ, കേട്ടോ, സാക്ഷാൽ ദൈവപുത്രനായവൻ പ്രാർത്ഥനയിൽ ഇത്രയും പോരാടിയെങ്കിൽ, പ്രാർത്ഥന ഇത്രയും മാതൃക നമുക്ക് വെച്ചു പോയെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നാം, ദൈവത്തെ സ്തുതിക്കുന്ന നാം, ദൈവമക്കളെന്ന അഭിമാനത്തോടെ പറയുന്ന നാം, ബന്ധക്കോസ്തുകാരെന്ന് പറയുന്ന നാം എത്രയധികം പ്രാർത്ഥിക്കേണ്ടവരാ. നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകുന്നുണ്ടോ? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചെയ്യും. നസ്രായന്, നമ്മുടെ കർത്താവിന് അത്രയും പ്രാർത്ഥിക്കണമെങ്കിൽ നാം കർത്താവിനേക്കാൾ വലിയ പുള്ളികളാണോ? കർത്താവിന് അത്രയും പ്രാർത്ഥിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ഉയരണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യും. കേവലം 5-10 മിനിറ്റോളം പ്രാർത്ഥനയെ കുറിച്ചൊന്നുമല്ല, കർത്താവിന്റെ സന്നിധിയിൽ മണിക്കൂറുകളോളം കരയുന്ന, വെറുതെ ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥനയൊന്നുമല്ല. ആത്മനിറവിൽ മുൻപോട്ട് നയിക്കപ്പെടുന്ന പ്രാർത്ഥനാ വീരന്മാർ ഈ യോഗത്തിനകത്ത് പുറത്തു വരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചെയ്യും. നമ്മുടെ കർത്താവിന് എത്രത്തോളം പ്രാർത്ഥിക്കണമെങ്കിൽ നാം എത്രത്തോളം പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന നല്ലതാ കേട്ടോ. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ് എല്ലാം കൊണ്ടും. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥന കോൺട്രാക്ട് കൊടുക്കുന്ന കാലഘട്ടമാണ്. പ്രാർത്ഥന കോൺട്രാക്ട് കൊടുക്കുക. പാസ്റ്റർ പ്രാർത്ഥിക്കുക, ആന്റി പ്രാർത്ഥിക്കുക, ആ സഹോദരൻ പ്രാർത്ഥിക്കുക. ഞങ്ങൾ വളരെ ബിസിയാ, ഞങ്ങൾ വളരെ തിരക്കില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിഷയങ്ങൾ മറ്റുള്ളവരിൽ ഭരമേൽപ്പിച്ച് നാം ഫ്രീ ആകുന്ന ആ മനോഭാവം ഇന്ന് പകൽ ഉടയട്ടെ. പ്രാർത്ഥനയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകണം. എങ്കിൽ തന്നെയും നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങളൊന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങളൊന്ന് ദൈവത്തോട് ആത്മാർത്ഥതയായി എടുക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത മറ്റൊരു വ്യക്തി കാണിക്കാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. 2025 പ്രാർത്ഥന ആ കോൺട്രാക്ട് എല്ലാം ഇന്ന് മകൻ പൊട്ടിച്ചിട്ട് ദൈവസനം നമുക്കൊന്ന് നെടുമ്പാട് വീഴണം. കർത്താവേ, എന്നെ ഒന്ന് വിടുവിക്കണേ, എന്റെ തലമുറയൊന്ന് വിടുവിക്കണേ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളൊന്ന് മാറ്റണമേ എന്ന് നിങ്ങൾ തന്നെ ഈ സന്ദേശം ഈ സൂം മീറ്റിങ്ങിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥനയുടെ ഗോപുരം വീടിനകത്ത് പണിയട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ. സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ പ്രാർത്ഥന നിർത്തിയവരുണ്ട്. ഇപ്പൊ സൗകര്യമില്ലായി, 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ സമ്പത്തുമായി.
നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യം നടക്കുമെന്നൊരു ചിന്താഗതി, അബദ്ധ ചിന്താഗതി ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയ തെറ്റാണ്. നന്മയുണ്ടെങ്കിലും അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം. എവിടെയോ പ്രാർത്ഥന കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നെയും സ്വതം പ്രതിക്കൂട്ടി കേട്ടിട്ട് ദൈവാത്മാവ് വിളിച്ചു പറയുക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ പിതാക്കന്മാർ, ദൈവത്തിന് വേണ്ടി നിന്ന പിതാക്കന്മാർ, ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത പിതാക്കന്മാർ, അവർക്ക് വലിയ സാമ്പത്തിക മേഖലയൊന്നും ഇല്ലായിരുന്നു. പ്രസംഗത്തിന്റെ ഭയങ്കര അറിവോ പ്രാപ്തിയോ വലിയ വാക്കിന്റെ സംശുദ്ധിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ പ്രസംഗിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുമായിരുന്നു. അവർ പ്രസംഗിക്കുന്ന ഇടത്ത് അത്ഭുതം നടക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയോ? പ്രാർത്ഥനയുടെ ഒരു വലിയ പിൻബലം, അഭിഷേകത്തിന്റെ ഒരു വലിയ നിറവ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരു ആമേൻ പറ. ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥന ഒരു മേഖല തുറക്കപ്പെടട്ടെ. പ്രാർത്ഥനയുടെ സഹകാരികൾ, പ്രാർത്ഥനാ പടയാളികൾ എഴുന്നേൽക്കട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. എത്ര പേർക്ക് ആ സന്ദേശത്തിനകത്ത് സ്തോത്രം പറഞ്ഞ് സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്? യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. നാം പ്രാർത്ഥന എന്ന മെസ്സേജ് കൂടെ കേൾക്കുന്നവരാ. പ്രാർത്ഥന ഒരു മെസ്സേജ് ആക്കി പറയാനല്ല, മറിച്ച് പ്രാവർത്തികമാക്കാൻ, പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് ജീവിതത്തിനകത്ത് ഒരു ദൈനംദിന ജീവിതത്തിനകത്ത് ഒരു ശീലമാക്കി മാറ്റാൻ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ. നാം പ്രാർത്ഥന എന്ന മെസ്സേജ് കേൾക്കുമ്പോൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്: എവിടെയാണോ പ്രാർത്ഥന കൂടുന്നേ അവിടെ ശക്തി കൂടുതലാണ്. എവിടെയാണോ പ്രാർത്ഥന കുറയുന്നത് അവിടെ ശക്തി കുറവാണ്. എവിടെയാണോ പ്രാർത്ഥന ഇല്ലാത്തത് അവിടെ ശക്തി എത്ര പാടിയാലും എത്ര ട്രമ്മടിച്ചാലും വെളിപ്പെട്ടു വരത്തില്ല. ശക്തി പ്രകടമാകണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം വേണം. നമ്മിൽ വെളിപ്പെടുന്ന ദൈവശക്തി പ്രകടമാകണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം വേണം. നമ്മളെല്ലാം, നിങ്ങളൊക്കെ വചനം ശുശ്രൂഷിക്കുന്നവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പ്രബോധനമെങ്കിലും പറയുന്നവരാ. നിങ്ങളൊരു വാക്യം എടുത്ത് എത്ര വ്യാഖ്യാന പുസ്തകങ്ങൾ പരതി ഈ വാക്യത്തെ കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നെങ്കിലും ഇതിനകത്തൊരു പ്രകാശനം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം. വചനത്തിനൊരു പ്രകാശനം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലേ? എത്ര വ്യാഖ്യാന പുസ്തകങ്ങൾ വായിച്ചാലും ജനത്തിന് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വചനം ഒന്ന് പ്രകാശിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം വേണം, അല്ലെ ബിനോയ് പാസേ? തീർച്ചയായിട്ടും വേണം. പ്രാർത്ഥനയുടെ പിൻബലമില്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ കഴിയും, പക്ഷെ വിടുതൽ നടക്കണമെങ്കിൽ, ജനത്തെ വചനം സ്വാധീനിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ കരുത്ത് വേണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തിയൊരാളെ പറയാം. ഇനി ഞാൻ രണ്ട് പ്രധാനപ്പെട്ട പഴയ നിയമത്തിലെ പ്രാർത്ഥന വിശദീകരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കരുത്തനായ നേതാവ്, ഏറ്റവും കരുത്തനായ ലീഡർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് മോശ. മോശയെ കുറിച്ച് വചനം പറയുന്നത് മോശ മിടുക്കനായിരുന്നു എന്നല്ല, കഴിവുള്ളവനായിരുന്നു എന്നല്ല, മോശ പ്രാപ്തിയുള്ളവനായിരുന്നു എന്നല്ല. മോശയെ കുറിച്ച് വചനം പറയുന്ന ഏറ്റവും സവിശേഷമായ ഒരു യോഗ്യത, താൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, പ്രാപ്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, മിടുക്ക് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. എത്ര പേർക്ക് അനുഭവം ഉണ്ട്? കഴിവില്ലായിരുന്നു പാസ്റ്ററെ അവിടെ പ്രവേശിക്കാൻ, ഒരു പ്രാപ്തിയും അവിടെ ഇല്ലായിരുന്നു പാസ്റ്ററെ പ്രവേശിക്കാൻ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ആ വാതിൽ ദൈവം തുറന്നു, അല്ലേ? പ്രാപ്തിയോ കഴിവോ വിദ്യാഭ്യാസമൊന്നും അല്ല, പ്രാർത്ഥനയുടെ പിൻബലത്താൽ എത്ര സാധ്യതയുടെ വഴികൾ ദൈവം തുറന്നു നൽകി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാം. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു വരികയാണ്, ചെങ്കടൽ കടന്നു. ഇപ്പോൾ എത്തിയ സ്ഥലം ശൂർ എന്ന് പറയുന്ന മരുഭൂമിയാണ്. 3 ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല. 3 ദിവസം വെള്ളം കിട്ടാതെ ജനം മരുഭൂമിക്കകത്ത് ഇങ്ങനെ കണ്ണു പരതി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സങ്കല്പത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അങ്ങ് ദൂരവേ ഒരു അരുവി അവർ കണ്ടു. അവർ ഓടിച്ചെന്നു കാര്യം എന്താ? 3 ദിവസമായി വെള്ളം കുടിച്ചിട്ടില്ല. 3 ദിവസമായി വെള്ളം കുടിക്കാത്ത ജനത്തിന്റെ വെപ്രാളവും പരവേശവും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇസ്രായേൽ മക്കൾ ഓടിച്ചെന്നിട്ട് അരുവിയുടെ അരികിൽ മുട്ടുകുത്തി കൈക്കമ്പിളിൽ വെള്ളമെടുത്ത് നാവിൽ തുടിപ്പിച്ചപ്പോൾ കുടിച്ച ആദ്യത്തെ വ്യക്തി വിളിച്ചു പറഞ്ഞു, കുടിക്കരുത്, കയ്പ. 3 ദിവസം വെള്ളം കിട്ടാത്ത ദിനത്തിന് എന്ത് വെള്ളം കിട്ടിയാലും കുടിക്കാൻ തൽപരരാണ്. പക്ഷേ ഈ വെള്ളം
കുടിക്കാൻ കഴിയാത്ത വിധം അത്രയ്ക്കും കയ്പായിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കുടിപ്പാൻ കഴിയാത്ത വിധം അത്രയ്ക്കും കയ്പാ. ഞാൻ ചോദിക്കട്ടെ, ജനം പ്രതീക്ഷിച്ചത് എന്താ? ദാഹരിതമാണ്, കിട്ടിയത് കയ്പ് വെള്ളമാണ്. പ്രതീക്ഷിച്ചത് ജയമാണ്, കിട്ടിയത് തോൽവിയാണ്. പ്രതീക്ഷിച്ചത് ഉന്നമനമാണ്, കിട്ടിയത് അരാജകത്വമാണ്. പ്രതീക്ഷിച്ചത് വെളിച്ചമാണ്, കിട്ടിയത് ഇരുളാണ്. പ്രതീക്ഷിച്ചത് അനുഗ്രഹമാണ്, കിട്ടിയത് ശാപമാണ്. പ്രതീക്ഷിച്ചത് വെളിച്ചമാണ്, കിട്ടിയത് ഇരുളാണ്. അപ്പൊ പ്രതീക്ഷിച്ചത് ദാഹജലമാണ്, കിട്ടിയത് കയ്പ് വെള്ളമാണ്. പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോ ജനത്തിന്റെ തനതായ സ്വഭാവം വെളിപ്പെട്ടു. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ജനത്തിന്റെ തനതായ സ്വഭാവം അന്നും ഇന്നും സ്തോത്രമാണോ? ഹല്ലേലൂയാണോ? ആരാധനയാണോ? ഗ്ലോറിയാണോ? അല്ല. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അന്ന് ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നാം ചെയ്യാറുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ നാം ദൈവത്തോട് പെറുപെറുക്കാറുണ്ട്. അതുപോലെ തന്നെ 30 ലക്ഷം ജനവും പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോൾ അവരൊരുമിച്ച് ആരാധിച്ചു എന്നല്ല, പ്രാർത്ഥിച്ചു എന്നല്ല, ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചു എന്നല്ല, പ്രതീക്ഷിച്ചത് കിട്ടാതെ വന്നപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വായ തുറന്ന് ഒരു മറുപടി പറയണം. വായനക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുന്നു. 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുമ്പോൾ മോശയിൽ കണ്ടൊരു കാര്യം, കാണാത്തൊരു കാര്യം. മോശയിൽ കാണാത്തൊരു കാര്യം ഞാൻ ആദ്യം പറയാം. ഒരു ഇസ്രായേലിന്റെ തോളത്തെ കൈയിട്ടിട്ട് ദൈവം അല്ലേലും ഇങ്ങനെയാന്ന് മോശ പറഞ്ഞു? ഇല്ല. മോശയിൽ കണ്ട കാര്യം എന്നറിയോ? മോശ മാറിപ്പോയി യഹോവയോട് അപേക്ഷിച്ചു വന്ന എന്ന് പറയാൻ എന്താ അർത്ഥം? 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് മോശ. ദൈവസന്നിധിയിൽ കരയുകയാണ് മോശ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അർത്ഥാൽ ഞാൻ ഇങ്ങനെ വ്യക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ ഏത് സഭയിലും, ഏത് ദേശത്തിലും, ഏത് രാജ്യത്തിലും അവൻ വ്യത്യസ്തനാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുമ്പോൾ അതിനകത്ത് ചേട്ടനുണ്ട്, അതിനകത്ത് പെങ്ങളുണ്ട്, അതിനകത്ത് മുഴുവൻ രക്തബന്ധങ്ങളാണ്. രക്തബന്ധങ്ങൾ മുഴുവൻ പുറപെറുത്തുകൊണ്ടിരിക്കുമ്പോ ചേട്ടനുണ്ടല്ലോ, അളിയനുണ്ടല്ലോ, അമ്മാച്ചനുണ്ടല്ലോ, ചേടത്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുറപെറുക്കുന്ന ഗ്രൂപ്പിലേക്ക് മോശ തിരികെയല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്നവൻ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി ദൈവസഭയോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ ഈ ദിവസങ്ങളിൽ വ്യത്യസ്തനാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഒന്നുകൂടെ വ്യക്തമാക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ആഴത്തിൽ പറയാം. പ്രാർത്ഥിക്കുന്നവൻ ഒറ്റയ്ക്കുള്ളൂ, അവൻ ഒറ്റയ്ക്ക് നിൽക്ക്. ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ. ഇനി കേട്ടോ, 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുക്കുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 30 ലക്ഷം ജനം പുറപെറുത്താൽ സാധാരണ ശബ്ദമാണോ? ആരോമാണ്. നിങ്ങളെല്ലാം അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുത്താൽ ആരോമാണ്. 30 ലക്ഷം ജനമെന്ന് ചിന്തിക്കണം. 30 ലക്ഷം ജനം ഒന്നിച്ചു പുറപെറുത്താൽ ആരോമാണ്. ഈ ആരവം മരുഭൂമിക്കകത്ത് ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കുന്ന സമയത്താണ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോശയുടെ പ്രാർത്ഥന അതിനകത്തൊരു മോശയുടെ പ്രാർത്ഥനയുടെ ശബ്ദം അതിനകത്തൊരു ശബ്ദമയാണ്? അല്ല. 30 ലക്ഷം ജനത്തിന്റെ ശബ്ദം ഇങ്ങനെ മരുഭൂമിക്കകത്തേക്ക് നിൽക്കുക, പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കുമ്പോൾ മോശയുടെ ശബ്ദം അതിനകത്തൊരു ശബ്ദമേയാണോ? അല്ല, അതിനകത്തൊരു ശബ്ദമേ അല്ല. പക്ഷെ അടുത്ത ദൂരം നിങ്ങൾ ആമേൻ പറയണം. ആ ശബ്ദമാണ് യഹോവയുടെ ചെവിയിലെത്തിയത്, ദൈവത്തിന്റെ ചെവിയിലെത്തിയത്. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഈ യോഗം നടക്കുമ്പോൾ ഒമാനിൽ നിങ്ങളുടെ കൂടാരത്തിനകത്ത് സമീപ പ്രദേശങ്ങളൊക്കെ ധാരാളം ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ആ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദങ്ങളെ അടക്കി വെക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശബ്ദം എത്തേണ്ട ഇടത്ത് ഇന്ന് മകൾ ഭദ്രമായി എത്തിക്കൊണ്ട് ഞാൻ പറയുന്ന ദൂതിന് എത്ര പേർക്ക് രാമേൻ പറയാമോ?
ഞാൻ ഇതൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പൈശാചിക ശബ്ദങ്ങൾക്കോ, ഒരു മന്ത്ര ഉച്ചാരണ ശബ്ദങ്ങൾക്കോ, ഒരു ശ്ലോകങ്ങൾക്കോ നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദത്തെ മുക്കിക്കളയാൻ കഴിയില്ല. നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നേ? ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ ശബ്ദം എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ മൂന്നാമത്തെ പകൽ, ഈ അവസാന നിമിഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസഭയോട് ആലോചന പറയുന്നു. കഴിഞ്ഞ 3 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് നിങ്ങളുടെ ദൈവത്തിന്റെ ചെവി ആ വിഷയങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, 30 ലക്ഷം ജനം പിറുപിറുക്കുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കും. 30 ലക്ഷം ജനം പിറുപിറുക്കുമ്പോ മോശ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിറുപിറുപ്പുകാരോട് നമുക്കൊരു ചോദ്യമുണ്ട്. പിറുപിറുപ്പുകാരോട് ചില മണിക്കൂറുകളായി പിറുപിറുത്തവരുടെ മുഖത്തേക്ക് നോക്കി ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ദൈവസഭ ചോദിക്കണം, പിറുപിറുപ്പുകാരെ, കഴിഞ്ഞ ദീർഘമണിക്കൂറുകളായി പിറുപിറുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടായി? ഒരു വായ തുറക്കും, പക്ഷെ ശബ്ദം പുറത്തു വരില്ല. കാരണം പിറുപിറുത്തുകൊണ്ട് ശബ്ദം അങ്ങ് അടഞ്ഞു. അടഞ്ഞ ശബ്ദത്തോട് പറയും, അസേ സഹോദരങ്ങളെ, ശബ്ദം അടഞ്ഞെന്നല്ലാതെ. 2, ശബ്ദം തുറന്നു വിട്ടത് കൊണ്ട് ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടതല്ല. 3, സമയം പോയതല്ല. കേൾക്കുന്നുണ്ടോ? ശബ്ദമടഞ്ഞെന്നല്ലാതെ, സമയം നഷ്ടമായതല്ലാതെ, ആരോഗ്യം നഷ്ടമായതല്ലാതെ ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും ഞങ്ങൾക്കൊരു മറുപടി ഉണ്ടായില്ല. ഇനി പ്രാർത്ഥിക്കുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ചോദിക്കും, പ്രാർത്ഥിച്ച മോശെ, എന്താ നിനക്ക് കിട്ടിയ മറുപടി? പ്രാർത്ഥിച്ച മോശ വിളിച്ചു പറയും, 30 ലക്ഷവും കാണാത്ത ഒരു മറുപടിയുടെ വൃക്ഷം പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി ദൈവം തുറന്നു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പിറുപിറുക്കുന്നവരുടെ നടുവിൽ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് പകൽ സാക്ഷ്യം പറയണം. 30 ലക്ഷത്തിന്റെ കണ്ണിൽ മറയപ്പെട്ട മറുപടി പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണിൽ ദൈവം തുറക്കാൻ. ഞാൻ ഇന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? അതെന്നോടുള്ള പ്രവചന ശബ്ദമാണ്. പിറുപിറുക്കുന്നവർ 2025 ഒന്നും കാണില്ല കേട്ടോ. പക്ഷെ പ്രാർത്ഥിക്കുന്നവരുടെ ദൂതുണ്ട്. നീ എവിടെയാണോ കയ്പ് അനുഭവിക്കുന്നത്, അവിടെ തന്നെ മധുരിപ്പിക്കുന്ന ചില മറുപടികളെ എന്റെ ദൈവം തുറന്ന് കാണിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം നടിച്ച് അല്പസമയം ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. തടസ്സങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. ഇനി പുറപ്പാട് പുസ്തകം 15:25 നിങ്ങൾ വീട്ടിൽ ഇതിനു ശേഷം പരിശോധിക്കണം. പുറപ്പാട് 15:25. മോശ വൃക്ഷം കണ്ടു എന്നല്ല, മോശയ്ക്ക് വൃക്ഷം കാണിച്ചു കൊടുത്തു എന്ന. എന്താ വാക്കിന്റെ അർത്ഥം? കണ്ടു എന്ന് പറഞ്ഞാൽ തനിയെ സംഭവിക്കുന്നതാണ്. കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുവന്റെ സഹായത്തെ സംഭവിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് മകൾ ചിലരോട് ദൂത് പറയുക, ദൈവസഭയോട്, ദൈവമക്കളോട് പരിശുദ്ധ ഇടപെടുകയാ. ഈ 2025 ദൈവത്തിന്റെ ആത്മ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചില മറുപടികളെ കാണിച്ചു തരാൻ പോവാ. നിങ്ങൾ ആ ദൂത് എഴുതി വെക്കണം. ആ ദൂത് വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി മറുപടി കാണിച്ചു തരാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറ. 15:25 മോശ വൃക്ഷം കണ്ടു എന്നല്ല, കാണിച്ചു കൊടുത്തു. ആ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഭാവി, ആ കുടുംബത്തിന് വേണ്ടിയുള്ള ഭാവി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള മുന്നേറ്റം, സഭയ്ക്ക് വേണ്ടിയുള്ള മുൻപോട്ടുള്ള ഗമനാഗമനത്തിൽ എല്ലാ മറുപടികളും സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരാൻ പോവാ. ഒന്നുകൂടെ വ്യക്തമാക്കി, പിറുപിറുക്കുന്നവർക്ക് വേണ്ടിയല്ലല്ലോ, അല്ല കേട്ടോ, വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, കുറ്റം പറയുന്നവർക്ക് വേണ്ടിയല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില മറുപടികളെ കാണിച്ചു തരുന്ന വർഷമാണ് 2025. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാ. ഈ ഷാരോൺ, പ്രിയ സഹോദരി, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. ചില മറുപടികളെ സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരും. ചില വിടുതലുകളെ സ്വർഗത്തിലെ ദൈവം കാണിച്ചു. അങ്ങനെ ഒരു വാക്ക് കർത്താവിനോട് പറയും. ചില മറുപടികളെ ദൈവം കാണിച്ചു തരാൻ പോവാ. മുപ്പത് ലക്ഷവും ജനവും ദൈവസന്ധിയിൽ പുറപുറത്ത്
ആവലാദികൾ പറഞ്ഞ് എന്തിനാണ് ദൈവം ഈ കയ്പിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്നൊക്കെ പറഞ്ഞ് പുറത്തുകൊണ്ടിരിക്കുമ്പോ മോശ ദൈവത്തിൽ കരയുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന മോശയുടെ തോളിൽ തട്ടി ദൈവം മറുപടി കാണിച്ചു കൊടുത്തു. കണ്ടോ ആ വൃക്ഷം, അതാ കയ്പ് മാറ്റുന്ന മറുപടിയാണ്. ചില മറുപടികളെ കാണിച്ചു തരാൻ പോവാ. വിശ്വസിച്ച് രാമൻ പറഞ്ഞു. ലബോറോ ഷെക്കേനി അന്തൽ കബാന കച്ചസി അർത്തന ജഗൽ കരാതിയാര. കയ്പിനെ മാറ്റുന്ന, പ്രതികൂലങ്ങളെ മാറ്റുന്ന ചില മറുപടികളെ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരാൻ അതാ കർത്താവിന് പറഞ്ഞ കാണിച്ചു തരാൻ പോവാ. ദൈവം ചില മറുപടികളെ കാണിച്ചു തരാൻ പോവാ. വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞ ദൂതങ്ങൾ സ്വീകരിക്കണം. ആട്ടാക്കാച്ചി ആട്ടൽ മുമ്പോട്ടുള്ള ചില വഴികളെ ദൈവം കാണിച്ചു തരാൻ പോവാ. ആട്ടാക്കാത്ത ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു നൽകുന്ന ദൈവം, വഴിയെ കാണിച്ചു നൽകുന്ന ദൈവം, ഇതുവഴി നടന്നുകൊള്ളുവീൻ, ഇതുവഴി പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ദൈവം ഈ ദിവസം ചില മറുപടികളെ കാണിച്ചു തരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ആലോചന പറയുന്നു. ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് പ്രാർത്ഥിച്ച മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇന്ന് പകൽ ഈ യോഗത്തിനകത്ത് ഒമാൻ ദൈവസഭയിൽ ഈ ദൂത് സ്വീകരിച്ചോണം. ഈ പ്രാർത്ഥനയുടെ നടുവിൽ 3-ാം ദിവസം ആത്മാവ് ഇടപെടുക. കരഞ്ഞ് നിലവിളിച്ചത് കൈപ്പെന്തു മാറും, ആ തലമുറയുടെ കൈപ്പെന്തു മാറും, എന്റെ ജോലി വിഷയത്തിന്റെ ഒക്കെ ചോദിക്കുന്ന മേഖലയിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവം ചില മറുപടികളെ കാണിച്ചു തരാൻ പോവുക, ചൂണ്ടിക്കാണിക്കാൻ പോവുക. ആ മറുപടി അതാണ്. ഓ ശല റബ ഖന. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ചില മറുപടികളെ കാണിച്ചു തരാൻ പോവുക. എന്നോട് ആ ദൂത് കർത്താവ് ആ ദൂതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറയാതെ ദൈവനോട് വീണ്ടും പറയുന്നു, തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില മറുപടികളെ കാണിച്ചു തരാൻ പോവുക. കരഞ്ഞത് മാതാവേ, സഹോദരങ്ങളെ, നിങ്ങൾ കരഞ്ഞത് ആ മറുപടി ദൈവം, സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരാൻ പോവാ. ശുഭലാഭാര. നിങ്ങൾ കരഞ്ഞത് വൃതാവല്ല, നിങ്ങൾ കരഞ്ഞത് സത്യമാണ്. ചില മറുപടികളെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. 30 ലക്ഷം ജനം പിറുപിറുക്കുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കും. മോശയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് വൃക്ഷം കാണിച്ചു കൊടുത്ത് ആ വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ട മാത്രയിൽ വെള്ളം ദൈവം മധുരമാക്കി മാറ്റും. ഞാൻ ചോദിക്കട്ടെ, മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയം എന്തായിരിക്കും? കയ്പ് വെള്ളത്തിന്റെ അരിയിൽ വെച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശബ്ദം എന്തായിരിക്കും? ദൈവമേ, ഈ കയ്പ് ജലത്തെ മധുരമാക്കണമെന്നല്ല പ്രാർത്ഥന. കയ്പ് ജലത്തെ കുടിക്കാൻ യോഗ്യമാക്കിയൊന്നു മാറ്റം. ഇസ്രായേൽ മക്കൾ പുറപുറുക്കുന്നെങ്കിലും ഹൃദയത്തിന്റെ വാഞ്ച എന്താ? ഈ കയ്പ് ജലം മാറണം. ദൈവമേ, ദാഹജലമാകണം. പുറപുറുക്കുന്നെങ്കിലും ഹൃദയത്തിനകത്ത് താല്പര്യം ഇത് ദാഹജലമായി മാറ്റപ്പെടണം. മോശ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന വിഷയം എന്താ? കയ്പ് ജലത്തെ മധുരമാക്കണമെന്നല്ല, കയ്പ് ജലത്തെ ദാഹജലമാക്കണം. പക്ഷെ ദൈവം കൊടുത്ത മറുപടി അങ്ങനെയാ. ദാഹജലം കൊടുത്തെന്നാണോ? അല്ല, മധുരവെള്ളം. കേൾക്കുന്നുണ്ടോ? ഞാൻ എഫേസ്യർ 3:20 കൂട്ടിച്ചേർക്കട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. മനസ്സിലാവുന്നുണ്ടോ? ചോദിച്ചത് കയ്പ് മാറണമെന്നാണെങ്കിൽ കൊടുത്ത മറുപടി മധുരിപ്പിക്കുന്ന മറുപടിയാണ്. വിശ്വസിക്കുന്നവർ രാമേ പറ. 2025 ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ. സാക്ഷ്യകൂടാരത്തിന് മുമ്പിൽ 12 വടികൾ കൂട്ടിക്കെട്ടുമ്പോൾ ലേവിയുടെ വടിയിൽ അഹരോന്റെ പേരെഴുതുമ്പോൾ അഹരോന്റെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥന, ദൈവമേ, 11 വടിയില്ലാത്തൊരു ചെറിയ മാറ്റം എന്റെ വടിക്കകത്തുണ്ടാകണമെന്നാണെങ്കിൽ പ്രഭാതത്തിൽ വന്ന് മോശ സാക്ഷികൂടാരത്തിന് മുമ്പിൽ വെച്ച് വടിയെടുത്ത് പരിശോധിക്കുമ്പോൾ ലേവിയുടെ വടി, അഹരോന്റെ പേരെഴുതിയ വടി, അത് തളിർത്ത് പൂത്ത് ഫലം കാകിച്ചെങ്കിൽ ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തപരമായ ചില മറുപടികൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയാം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. മോശ പ്രാർത്ഥിക്കുക. മോശയാണ് പ്രാർത്ഥിക്കുന്നത്, ആണോ? 30 ലക്ഷം ജനം എന്ത് ചെയ്യുന്നു? പുറപുറുക്കുക. മോശയാണ് പ്രാർത്ഥിക്കുന്നത്. ജനം മുഴുവൻ പുറപുറുക്കുന്നു. മോശയ്ക്കാണ് ദൈവം വൃക്ഷം കാണിച്ചു കൊടുക്കുന്നത്. മോശയും
ചില പ്രിയപ്പെട്ടവരും വെട്ടിയായിരിക്കാം വൃക്ഷം വെള്ളത്തിലിടുന്നത്. മോശ മാത്രം കുടിച്ചപ്പോൾ മോശ മാത്രം കുടിച്ചപ്പോൾ മധുരജലം എന്നാണോ? അല്ല, ജനം മുഴുവൻ കുടിച്ചപ്പോൾ പറഞ്ഞൊരൊറ്റ മറുപടി മധുരജലം എന്ന് പറയാൻ എന്താ അർത്ഥം അറിയോ? അമ്മാമേ, നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ദാസറേ, നിങ്ങളാണ് കരയുന്നേ. സഹോദരി, നിങ്ങളാണ് കരയുന്നേ. സഹോദര, നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നേ. പക്ഷെ മറുപടി വെളിപ്പെട്ട് വരുമ്പോ കുടുംബം മുഴുവൻ, തലമുറ മുഴുവൻ വിശ്വസിക്കുന്നെങ്കിൽ ആ മുഖം ഒന്ന് തെളിച്ച് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യ്. 2025 നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ കുടുംബമായി അനുഭവിക്കാൻ പോകുകയാ. കുടുംബമായി അനുഭവിക്കാൻ പോകുകയാ. നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളാണ് ഉപവസിക്കുന്നത്, നിങ്ങളാണ് കരയുന്നത്. പക്ഷെ തലമുറയ്ക്ക് മുഴുവൻ അതൊരു മറുപടിയായി മാറാൻ പോകുകയാണ്. സഭയ്ക്ക് മുഴുവൻ ഒരു മറുപടിയായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ ആമേൻ പറ. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഇസ്രായേൽ മക്കളുടെ നേതാവായി നിൽക്കുന്നത് മോശയാണ്. 30 ലക്ഷം കൂടെയുണ്ട്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. ഒരു ഭക്തന്റെ പ്രാർത്ഥന 30 ലക്ഷത്തിനും അനുഗ്രഹമായെങ്കിൽ, 30 ലക്ഷത്തിന് നന്മയായി മാറിയെങ്കിൽ, നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥന ഒമാന് മുഴുവൻ അനുഗ്രഹമാണ്, കേരളത്തിന് മുഴുവൻ അനുഗ്രഹമാണ്, ഇന്ത്യക്ക് മുഴുവൻ അനുഗ്രഹം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരൊറ്റ പ്രാർത്ഥന, മോശയുടെ ഒരൊറ്റ പ്രാർത്ഥന 30 ലക്ഷത്തിന്റെ കയ്പ് മാറ്റിയെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇടപെടുക. പ്രാർത്ഥിക്കുന്നവർ മിണ്ടാതിരിക്കരുത്, പ്രാർത്ഥിക്കുന്നവർ വാ തുറക്കാതിരിക്കരുത്. നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥന എല്ലാ കയ്പുകളെയും ദൈവം മാറ്റുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ, കരമൊന്ന് അടിച്ചോ. അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ദൈവസഭയിൽ പിറുപിറുക്കുന്നവരല്ല, പരിഹസിക്കുന്നവരല്ല, വിമർശിക്കുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവർ. അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര മഹത്വം യേശുവിൻ നാമത്തിൽ ദൈവസഭയുടെ നടുവിൽ ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്ക്. ദൈവം ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്ക്, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്ക്. പ്രാർത്ഥനയുടെ മേഖലയിൽ ഇന്ന് പകച്ചത് ചാടി എഴുന്നേൽക്കട്ടെ. സട കുടഞ്ഞ്, ക്ഷീണം മറന്ന്, മടുപ്പുകൾ മാറ്റിവെച്ച് പ്രാർത്ഥനയുടെ ശക്തിയോടെ മുൻപോട്ട് പോകുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പാനപാത്രവാഹകനാണ് നെഹമ്യാവ്. നല്ല ശമ്പളം തനിക്കുണ്ട്. രാജാവിന്റെ മുഖം നിരന്തരം കാണുന്ന മനുഷ്യനാണ്. പക്ഷേ ഇസ്രായേലിന്റെ വല്ലാത്ത തകർച്ച കണ്ടപ്പോ താൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ സൗകര്യമുള്ളവൻ, എല്ലാ തരത്തിലും മേന്മയാൽ ജീവിക്കാൻ, എല്ലാ ജോലി മേഖലയും സമ്പൂർണമായ നന്മയുള്ളവൻ, ഇസ്രായേലിന്റെ തകർച്ച കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധ അവിടെ ദേശം ഒരു വല്ലാത്ത വർഷത്തിലേക്ക് പോകുന്നു. തലമുറ വല്ലാത്ത വർഷത്തിലേക്ക് പോകുന്നു. നമുക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും ഒന്നടച്ച് അല്പസമയം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് കമോ ലബാര സമ്പല റബാഖാനസ്തിയ. ഒരു ഭയങ്കര ദൈവമഹത്വം ഇറങ്ങുന്നു. ഉഡായാബാല ഷിഖാലാബ ആർത്തൽ അനിത രാജേഷ്, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ പ്രവചിക്കുക. ഇവിടെ ചോദിച്ചതിനേക്കാൾ, നിരച്ചതിനേക്കാൾ അത്യന്തപരമായ ചില മറുപടി. ലാസർ ദീനമായി കിടന്നു. യേശു വന്നില്ല. പക്ഷെ യേശു ഒരു ദൂത് പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടുന്നതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. ഈ സന്ദേശം വീട്ടിൽ ദൂതുവാഹിയായ മനുഷ്യൻ കൊണ്ടെത്തിച്ചപ്പോ തന്നെ ലാസർ മരിച്ചു പോയിരിക്കാം. പക്ഷെ ദൂത് പറഞ്ഞു, ഇതൊരു തകർച്ചയ്ക്കായിട്ടല്ല, ഇതൊരു മഹത്വത്തിനായിട്ടാണ്. പിന്നീട് ലാസർ മരിച്ചു. യേശു വന്നില്ല. 4-ാം ദിവസം കല്ലറ വാതിൽക്കലേക്ക് സമീപിക്കുമ്പോ കല്ല് മാറ്റുമെന്ന് യേശു പറയുമ്പോ പെട്ടെന്ന് മാർത്ത പറഞ്ഞു, യേശുവേ, 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. പെട്ടെന്ന് യേശുവിന്റെ മറുപടി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നോട് ശക്തമായിട്ട് പരിശുദ്ധമായി ഇടപെടുക. ചില തകർച്ചകൾ, ചില വെല്ലുവിളികൾ ഇന്ന് പകൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ അതിന് എന്നേക്കുമായി ദൈവം പൊളിക്കാൻ പോവാ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യങ്ങളുടെ വീടിനകത്ത് ഇറങ്ങി വരുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിക്കും. പടക്കം ചെന്ന ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് അഴിയുകയാണ്. നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ദൈവമഹത്വം ഇറങ്ങുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നോട് പറയുന്നു, ഈ മാർച്ച് മാസം അവസാനിക്ക ചില
ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആത്മാവ് ചില ദിവസങ്ങൾക്കകത്ത് ഒരു ഭയങ്കര ദൈവിക പ്രവൃത്തി നിങ്ങളുടെ കൂടാരത്തിനകത്ത് അയക്കുന്ന വെളിപ്പെട അവനെ കാണിക്കും. ചില ഒറ്റപ്പെടുത്തലുകൾ വഴിമാറുകയാ, ചില വെല്ലുവിളികൾ വഴിമാറുകയാ. ദൈവികമായ പ്രവൃത്തിയുടെ ആഴം നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തി എന്റെ പദ്ധതിയുടെ ശ്രേഷ്ഠത വീണ്ടും, എന്റെ പദ്ധതിയുടെ ആഴം വീണ്ടും നിങ്ങളുടെ വീടിനകത്ത് വെളിപ്പെടുത്തി എന്റെ മഹത്വം വെളിപ്പെടുത്താൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ മകൻ ആലോചന പറയുന്നു. എല്ലാ കണ്ണും അടച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദാസനോട് പരിശുദ്ധാത്മാവ് വിടുകയാ. ആൾക്കാ ഈ ഒരു കാര്യം മാക്കാൻ കഴിയുന്നേ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ആത്മാവിടപെടുകയാ. ഒരു ബുക്കിന്റെ താള് ഇങ്ങനെ മറിച്ചു വിടുന്നത് പോലെ ചില ദൈവപ്രവൃത്തിയുടെ അധ്യായങ്ങൾ ദൈവം തുറക്കാൻ പോകുന്ന ഒരു വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. മോശ ഒറ്റയ്ക്കാ പ്രാർത്ഥിക്കുന്നേ. പക്ഷെ മോശയുടെ ഒരൊറ്റ പ്രാർത്ഥന ദേശത്തിന് മുഴുവൻ, തന്റെ കൂടെ നിൽക്കുന്നവർക്ക് മുഴുവൻ ഒരു അനുഗ്രഹമായി മാറിയതുപോലെ പരിശുദ്ധം നിങ്ങളുടെ കൂടാരത്തിനകത്ത് പുതിയ ചില മറുപടികളെ ചേർത്ത് നിർത്തുന്ന ഒരു വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. മുമ്പുള്ളവയൊക്കെ ഇപ്പോൾ നിരൂപിക്കേണ്ട ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് പകൽ പുതിയ ചില മറുപടികളെ പരിശുദ്ധം നിങ്ങളുടെ കൂടാരത്തോട് കണക്ട് ചെയ്യുന്ന ഒരു വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത്. എല്ലാ കണ്ണും അടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇന്ന് പകൽ ഉളവായി തുടങ്ങട്ടെ. അല്പസമയം തലമുറയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ആഴങ്ങൾ തുറക്കട്ടെ. പ്രാർത്ഥനയുടെ ആഴങ്ങൾ തുറക്കട്ടെ. എല്ലാ പൈശാചിക ചിന്തകളും വിട്ടുമാറട്ടെ. ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ. രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഒരു ഭയങ്കര ദൈവമഹത്വം ഇറങ്ങട്ടെ. ഭയങ്കര ദൈവമഹത്വം ഇറങ്ങട്ടെ. ശിരസ് മുതൽ പാദം വരെ ദൈവമഹത്വം വെല്ലുവിളിക്കും വ്യാപരിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥനയുടെ നസ്രയൻ പ്രാർത്ഥിച്ചതുപോലെ, പഴയ ഭക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ, പുതിയ നിയമസഭ പ്രാർത്ഥിച്ചതുപോലെ, യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് അഭിഷേകം എന്റെ മേൽ വീഴണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഒരു അസാധാരണ ദൈവമഹത്വം യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ നടുവീഴ്ചയുടെ മേൽ ഇറങ്ങി വരികയാ. ക്ഷീണങ്ങൾ മാറട്ടെ. പണ്ടത്തെ പോലെ നല്ല കാലം ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രാർത്ഥനയുടെ ദിവ്യ മേഖലകൾ തുറക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി ദൈവസഭയ്ക്കായി സ്തോത്രം. നേതൃസ്ഥാനം നിൽക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ വിനയ് പാസ്റ്റർക്കായി, തന്റെ ഫാമിലിക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു മുന്നേറാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് വിഷയം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഒരു വലിയ കൂട്ടം ആളുകളെ കർത്താവിന്റെ ദാസന്റെ മേൽ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുക. സ്തോത്രം. നടത്തുവാൻ ആവശ്യമായ എല്ലാ കൃപയും ജ്ഞാനവും ഉയരത്തിൽ നിന്ന് വീണ്ടും ദൈവം പകരണമേ. ദൈവസഭയെ ദൈവം വിശാലമാക്കണമേ. വീണ്ടും അതിനെ കർത്താവ് വർദ്ധിപ്പിക്കണമേ. കർത്താവിന്റെ നാമത്തെ ആ ദേശത്ത് വെളിപ്പെടുത്തുവാൻ ഒരു മലമേൽ വെച്ച പട്ടണം പോലെ, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ദൈവസഭയെ വീണ്ടും ശോഭിപ്പിക്കണമേ കർത്താവേ. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോ ഡിവിഷനായിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. കൂടാരത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ ബലമിറങ്ങുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അപ്പന്റെ കരത്തിൽ സമ്പൂർണമായി സമർപ്പിക്കും. പ്രാർത്ഥനയിൽ ഞങ്ങൾ വർദ്ധിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും.